2018 മോഡലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു പ്രൈസിന് തരാൻ പോകുന്ന ഒരു കിഡിലൻ സെൽറ്റോസ് ഫുൾ ഓണിലും എന്നാൽ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡിലൻ SUV. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, GT ഓട്ടോമാറ്റിക്കല് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ടയർസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ആണ്, വെറും 50,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഡെയിലി യൂസിന് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെൻസ് മൈലേജ് പെർഫോമൻസ് സേഫ്റ്റി നോക്കുന്നവർക്ക് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വാഹനം. 2 കിഡിലൻ 7 സീറ്ററുകള്, അത് നമുക്ക് ഒന്ന് പക്ക ഓഫ് റോഡറും അതേപോലെ ഒന്ന് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രൈസുള്ള ഒരു കിഡിലൻ ഐറ്റം. അത് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു 7 സീറ്റർ നോക്കുന്നവർക്ക് മോഡൽ കൂടിയ ഫുൾ ബ്ലാക്കില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ക്ലാസിക് ലുക്കില് അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ നമ്മളൊരു കിഡിലൻ ഐറ്റമാണ് വന്നിട്ടുള്ളത്. മിനി കൂപ്പർ ഡി. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം കാസ് ബഡ്ജറ്റ് പ്രൈസിലും അതേപോലെ തന്നെ നമുക്ക് ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഷോറൂമാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം 7 സീറ്ററുകളുണ്ട്, SUVകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. സോ SUVകൾ പ്രീമിയം കാസ് ഒക്കെ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നോക്കുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. ഉടനെ നമുക്ക് താറ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കിയയുടെ നല്ലൊരു കളക്ഷൻ, MG, ഫോർച്യൂണർ, 7 സീറ്റർ SUV 500, അങ്ങനെ അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോറൂമാണ്. സോ നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി ഒക്കെ നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസും അതേപോലെ അത്രയും ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസും മാത്രമുള്ള ഒരു ഷോറൂമാണ് പോഷ് ലിങ്ക്. സോ ഇത്തവണ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സൈത്തേട്ടാണ്. സൈത്തേട്ട നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പൊളി കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് പ്രീമിയം കാർ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് താറ് അതേപോലെ SUVകളുടെ നല്ലൊരു കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല എൻക്വയറി ഉള്ള സാധനം. താറ് ഓട്ടോമാറ്റിക് ഉണ്ടോ ഒരുപാട് എൻക്വയറി ഉള്ളതാണ്. പിന്നെ താറ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അത്യാവശ്യം നല്ല ലോഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് ലിങ്ക് ഒക്കെ എങ്ങനെ കറക്റ്റ് എത്തിച്ചേരാം? നമുക്ക് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വള്ളോമ്പ്രം എന്നാണ് സ്റ്റോപ്പിന്റെ പേര്. അത് പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് സ്ഥലം. അപ്പോൾ നമ്മളെ നാഷണൽ ഹൈവേയിൽ തന്നെയാണ്, കാലിക്കറ്റ് ടു പാലക്കാട് നാഷണൽ ഹൈവേ 66 വള്ളോമ്പ്രം മലപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണോ അത്യാവശ്യം നമുക്ക് ഏത് ജനറേഷനും ഈവൻ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു വാഹനമാണ് താറ്. പക്ഷെ ഇത് താറെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് എല്ലാ മേഖലയും നമുക്ക് നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഈവൻ നമുക്ക് അലോയ്സ് വരെ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? കോസ്റ്റ്ലി അലവിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, എല്ലാ സംഗതികളും. അപ്പൊ നമ്മൾ ഗ്രില്ല് മൊത്തം മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, അതേപോലെ ഓഫ് റോഡ് ബമ്പർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സാധാരണ ചെയ്യുന്ന ഒരു ഓഫ് റോഡ് ബമ്പർ അല്ല അത്യാവശ്യം നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം തന്നെ ചെയ്തിട്ടുള്ളത്, കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ, ഇന്റീരിയറിലായി കഴിഞ്ഞാൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു മോഡല്? 2024 മോഡലാണ്, ഡീസലില്, ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പിന്റെ ആണ്. 4x4 ആണ്. കിലോമീറ്റർ ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിത് എക്സ്ട്രാ ഫിറ്റിംഗ്സിന് അഡീഷണൽ പേയ്മെന്റ് ഒന്നുമില്ല. നമുക്ക് 17,20,000 രൂപയ്ക്ക് വണ്ടി. 24 മോഡലാണ്, 50,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ചോദിക്കുന്ന പ്രൈസ് തന്നെ 17,20,000 രൂപ. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു 1 ലാഖിന്റെ ഉള്ളിൽ ഉണ്ട്. 1 ലാഖിനുള്ള ഒരു ഡൗൺ പേയ്മെന്റ്. ടയോട്ടയുടെ ഒരു കിലോ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് വാഹനം, നല്ല കംഫർട്ടില്, അതും ഒറിജിനൽ കേരള വിത്ത് ഫാൻസി നമ്പറോട് കൂടിയ ഒരു ടൊയോട്ട കൊറോള ഓൾട്ടിസ്. 2018 മോഡലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഏറ്റവും ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, 4 ഫുൾ കട്ട ടയേഴ്സ്, ഓട്ടോമാറ്റിക് ആണ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയലിന് നമുക്ക് ഹാൻഡ് റെസ്റ്റ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അങ്ങനെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഒരു പ്രീമിയം സെഗ്മെന്റില് അതും നല്ല കംഫർട്ടും ലോ മെയിൻ്റനൻസ് ഉള്ളൊരു, അതും ഒരു ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനം. അതും നമുക്ക് ക്വാളിറ്റി അത്രയും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. ടയർ കാര്യങ്ങളൊക്കെ റീസെന്റ് മാറിയതാണ്. നല്ല എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കിത് ഓഫറിന്റെ ഭാഗമായിട്ട് വെറും 9,90,000 രൂപയ്ക്ക് ചെയ്യാം. അത് നമുക്ക് 10 ലക്ഷം താഴെയാണ് ബഡ്ജറ്റ് വരുന്നത്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്, 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ചെയ്യാം. ഒരു 1 ലാഖിന്റെ താഴെ, ഒരു 80-90 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നല്ലൊരു ഓഫർ റേറ്റിൽ സെൽറ്റോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു പ്രൈസിന് തരാൻ പോകുന്ന ഒരു കിഡിലൻ സെൽറ്റോസ്. ഇത് 2020 മോഡൽ, സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്, HDK വേരിയന്റ് ആണ്.
ഒരു 50,000 കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി സ്റ്റീരിയോ. അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലം സെൽട്ടോസ്, അതൊരു ഓഫർ പ്രൈസ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കത് ഓഫറിന്റെ ഭാഗമായിട്ട് 8,25,000 രൂപയ്ക്ക് നമുക്ക് മേടിച്ചു. അപ്പോൾ ട്രാക്കിന്റെ മാക്സിമം ഫുൾ ആണ്, സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു SUV നോക്കുന്നവരെ സംബന്ധിച്ച്, അതും ഫുൾ ബ്ലാക്കിലും ഫുൾ ലോണിലും എന്ന 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലം SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. MG ഹെക്ടർ, അതും നമുക്ക് 5 സീറ്ററിലെ ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. ഡീസൽ മാനുവൽ. വെറും 75,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ഷോറൂം സർവീസും കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ള വണ്ടിയാണ്. നമുക്കിപ്പോൾ ഇത് ഓഫറിന്റെ ഭാഗമായിട്ട് 9,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു കിടിലൻ കരിമ്പുലിയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് മെർസിഡസ് ബെൻസ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം, അതൊരു ബെസ്റ്റ് പ്രൈസിന്. 2017 മോഡല് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വെറും 50,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 24,90 NOC നമുക്ക് ചെയ്യാം. അപ്പോൾ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. അത് നല്ല കിടിലൻ ഐറ്റം ആണ്. അതിന് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പാനോറമിക് സൺറൂഫ്, A to Z ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടവർക്ക് ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്ന ഒരു പവർഫുൾ വാഹനം, അത് നമ്മളെ പോളോ GT ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം. 2017 മോഡൽ വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. GTയിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. സോ നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വാഹനമാണ്. അത് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ നോക്കുന്നവർക്ക് അതൊരു ബഡ്ജറ്റ് പ്രൈസിന് ലോ കിലോമീറ്ററുകളിൽ, അതും ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 7,50,000 രൂപയ്ക്ക് നമുക്ക് ഇത് വണ്ടി ചെയ്യാം. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, മിസ്സാക്കേണ്ട. നല്ലൊരു കിഡിലം വണ്ടി, അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പോളോ കേട്ടോ. ഒരു SUVന്റെ പ്രൈസിനാണ് ഒരു BMW X1, അതും ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു റോയൽ ബ്ലൂ കളറിൽ വരുന്ന ഒരു കിഡിലൻ ഐറ്റം. M Sport ആണ്. 2016 മോഡൽ 17 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ആണ്. വെറും 50,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് 15,90 നമുക്ക് ഈ വണ്ടി ചെയ്യാം. അത് മാക്സിമം ലോണോടുകൂടി നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ടയേഴ്സ് ഒക്കെ അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ ഐറ്റം ആണ്. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇപ്പോൾ സ്വന്തമാക്കാം. ഏറ്റവും ടോപ്പ് ആണ്. പാനോറമിക് സൺറൂഫ്, A to Z ഫീച്ചേഴ്സോട് കൂടിയുള്ള വണ്ടി. ഡെയിലി യൂസിന് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെൻസ്, അത് ഏകദേശം നമുക്ക് 16-17 വരെ മൈലേജ് കിട്ടുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം, അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന്. 2017 മോഡലിൽ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വെറും 70,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഫൈനലായിട്ട് നമുക്കിത് 14,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. വിത്ത് NOC റേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെഹിക്കിൾ ആണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അപ്പോൾ നെറ്റ് പ്രൈസ് 14,90 NOCയിൽ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം കേട്ടോ. ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയും പെർഫോമൻസും സേഫ്റ്റിയും നോക്കുന്നവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ ഓടില്ല ഒരു കിടിലൻ ഫോക്സ് വാഗന്റെ വെൻഡോ. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. 2018 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വെറും 50,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി റൺ ചെയ്തത്. ഫൈനലായിട്ട് 5,70,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അതൊരു 90% ഫുൾ ഓൺ തന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു 90-95% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യൻ സൈഡൊക്കെ നോക്കുന്നത് നല്ല സ്പേഷ്യസ് ആണ്. LCD സ്ക്രീന്, അതേപോലെ തന്നെ നമുക്ക് നല്ല ബോഡി വെയിറ്റ്, പെർഫോമൻസ്, റിയർലി AC വെന്റ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഡീസൽ അത്യാവശ്യം 18-20 മൈലേജ് കിട്ടുന്ന വാഹനം. അതിനൊക്കെ പുറമെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 50,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ മൈലേജ്, പെർഫോമൻസ്, സേഫ്റ്റി നോക്കുന്നവർക്ക് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടയറൊക്കെ ഒരു 90% ടയർ ഉണ്ട്. ടയേഴ്സും നമുക്ക് വരുന്നുണ്ട്. 2 കിടിലൻ 7 സീറ്ററുകൾ, അത് നമുക്ക് ഒന്ന് പക്ക ഓഫ് റോഡറും അതേപോലെ ഒന്ന് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രൈസുള്ള ഒരു കിടിലൻ ഐറ്റം. അത് ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി കളറിൽ വരുന്ന ഒരു മഹീന്ദ്ര SUV 500 ഡീസലിന് 7 സീറ്ററിൽ ഒരു കിടിലൻ ഐറ്റം അല്ലേ? W8 ആണ് വേരിയന്റ്. അത് അത്യാവശ്യം ടോപ്പ് എൻഡ് ആണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. 1.30 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കിപ്പോൾ ഓഫറിൽ ഫൈനലായിട്ട് നമുക്ക് 7,80,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അത് മാക്സിമം ലോണോട് കൂടി. അപ്പോൾ ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് 7 സീറ്റർ ആണ്. W8 ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ,
റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഒക്കെ അടക്കം വരുന്ന കമ്പനി അലോയ്സ് അടക്കം വരുന്ന ഒരു കിടിലൻ ഐറ്റാണ്. സംതിങ് ആണ് ഒരു ഓഫർ പ്രൈസ് ആയി ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ലോണും അല്ലേ. അടുത്ത് നമുക്കൊരു ഓഫ് റോഡ് ക്യാപ്റ്റിലേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കിടിലം പെജിറോ സ്പോർട്ട് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. പുറത്തത്തെ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ലേ. 4x4 അല്ല വരുന്നത്, 4x2 ആണ് വരിക. ഓക്കെ, 4x2 ഓട്ടോമാറ്റിക് വരും. 7 സീറ്റർ ആണ് വരിക. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1.20 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വെറും സിംഗിൾ ഓൺഷിപ്പിലാണ് ഉള്ളത്. പുറത്തത്തെ വണ്ടിയാണ്, നമ്പർ ആയിട്ടില്ല. നമുക്ക് പാർട്ടിന്റെ പേരിൽ NOC ചേഞ്ച് ചെയ്യാം. ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഓഫറിൽ നമുക്കത് 6,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ചെയ്യാം. 650 ആണ്. ഒരു ചെറിയൊരു പ്രൈസിനാണ് 7 സീറ്റർ, അതും 4x2 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അത് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു 7 സീറ്റർ നോക്കുന്നവർക്ക് മോഡൽ കൂടിയ ഫുൾ ബ്ലാക്കിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഹീന്ദ്ര ബൊലേറോ നിയോ ന്യൂ എഡിഷൻ വാഹനമാണ്. അത് മോഡൽ കൂടിയ ഒരു ഐറ്റം. 2024 മോഡലാണ്. ഏറ്റവും ടോപ്പനാണ്. N10 ആണ് വേരിയന്റ് വരുന്നത്. ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കത് ഫൈനലായിട്ട് 9,50,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് ഡീസൽ ഒരു 7 സീറ്റർ, അത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. എംഹോക്ക് എഞ്ചിനാണ്. സോ നമുക്ക് അത്യാവശ്യം 16-17 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ, അതും ഫുൾ ബ്ലാക്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റിൽ വരുന്ന ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഒരു 90% എന്തായാലും കിട്ടും. നമുക്ക് ലോൺ ചെയ്യാം. ട്രാക്കിനെയും ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. അടുത്തൊരു ക്ലാസിക് ലുക്കില് അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ നമ്മളൊരു കിഡിലിന്റെ ഐറ്റാണ് വന്നിട്ടുള്ളത്. മിനി കൂപ്പർ ഡി. നിലവിൽ കേരള നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വെഹിക്കിളാണ്. ഒരു ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കിടിലം പ്രൈസിനാണ് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. 2012 മോഡൽ 13 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. വെറും 1 lakh കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് 11,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം. അതായത് നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. പിന്നെ നമുക്ക് ഡീസലില് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്, മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ പക്ക ക്ലാസി ടച്ചില് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നിലവിൽ നമുക്ക് എല്ലാം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നമ്പർ ആയിട്ടുള്ള പ്രൈസാണ് 11,90,000 രൂപ. ട്രാക്ക് കാര്യങ്ങളുള്ള ആളെ സംബന്ധിച്ച് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം അല്ലേ. ഫ്രണ്ട്സ്, നമ്മളൊന്നുണ്ടായിരുന്നു പോർഷ്ലിംഗിലായിരുന്നു. അത്യാവശ്യം മോഡൽ കൂടിയ വാഹനങ്ങൾ, ലോ കിലോമീറ്റർ വാഹനങ്ങൾ, പ്രീമിയം മുതൽ എല്ലാ സാധാരണക്കാരുടെ ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. സോ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ ലോ കിലോമീറ്റർ ഓടിയുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പോർഷ്ലിംഗ്. അപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോയിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അഷ്യൂർ ചെയ്യുന്ന ഒരു കിടിലൻ ഷോറൂമാണ് ഈ ഒരു ഷോറൂം. അപ്പോൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.